എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ്. ഈ ഒരു ഷേപ്പ് പോലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പാസ്ത കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് നമ്മൾ പാസ്ത വാങ്ങിക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എല്ലാവരും മറക്കാതെ തന്നെ പങ്കെടുക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പാസ്ത ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml ഈ ഒരു അളവ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. കപ്പിൻ്റെ അളവിൽ പിന്നീട് നമ്മൾ എന്തെങ്കിലും ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് മാവിന് ഒട്ടും തന്നെ കട്ടി ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം നമുക്ക് നല്ല മയത്തിൽ കുഴച്ചിട്ടെടുക്കാൻ പറ്റുമോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാസ്ത റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് എന്തായാലും വരത്തില്ല. ഏകദേശം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വെള്ളത്തിന്റെ അളവ് പറഞ്ഞു തരാം. മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് നല്ല മയത്തിൽ കുഴച്ചിട്ടെടുക്കാൻ പറ്റും മാവ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമ്മളൊന്ന് കുഴക്കുകയാണെങ്കിൽ കുഴക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവും കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ മാവൊന്ന് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ എനിക്ക് ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അടുത്ത്, അതായത് ഒരു 1/2 കപ്പ് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 1 ടേബിൾ സ്പൂണൊക്കെ കുറഞ്ഞോ കൂടിയിട്ടോ വരാം. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. പരത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവൊന്ന് 2 ഉരുളയാക്കിയിട്ട് എടുക്കുകയാണ്. മാവ് ഇവിടെ 2 ബോൾസ് ആക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. കൗണ്ടർ ടോപ്പിലാണെങ്കിൽ മാവ് ഇതുപോലെ 2 ആക്കാതെ വലിപ്പത്തിൽ തന്നെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവ് നമുക്കിനി നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഈ മാവിന് ഒരുപാടൊക്കെ കട്ടി കൂടാൻ പാടില്ല. അതുപോലെ തന്നെ തീരെ അങ്ങ് നൈസുമായി പോകരുത്. അപ്പോൾ ഈ മാവ് നല്ല പോലെ തന്നെ ഞാനിവിടെ നിന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല. ഏകദേശം നമ്മൾ ഈ ഒരു കട്ടിക്ക് വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പരത്തുമ്പോൾ തീരെ അങ്ങനെ ഐസുമായിട്ട് പോകരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു അടപ്പാണ്. ഏകദേശം ഈ ഒരു വലിപ്പമുള്ള അടപ്പ് തന്നെ എടുക്കുക. ഇതിലും കുറച്ചും കൂടി ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വലുതാകാതിരുന്നാൽ മതി. അപ്പോൾ പരത്തിയെടുത്ത മാവ് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു മാവാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി മാവ് ഞാൻ ഇതങ്ങ് എടുത്ത് മാറ്റാണ്. വീണ്ടും അത് പരത്തിയിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിന് പാസ്തയുടെ ഏകദേശം ഒരു ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു മാവ് എടുത്തിട്ട് ഈ ഒരു 2 അറ്റം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 സൈഡിലേക്കും വിരൽ പതിയെ ഇറക്കി കൊടുത്തിട്ട് സെന്ററിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇവിടെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. കാണുന്ന സമയത്ത് ഈ മാവൊക്കെ പരത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കാൻ കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്. കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. അതുപോലെ തന്നെ വേറൊരു ഷേപ്പും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഈ മാവ് ഇതിൽ നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. കൈ വെച്ചിട്ട് ചെറിയതായിട്ട് അറ്റം ഒന്നും കൂടെ ഒട്ടിച്ചും കൂടെ കൊടുക്കുക.
ഇങ്ങനെയും ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം കാണിച്ച ഒരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ മാവെല്ലാം പരത്തി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പാസ്ത നമുക്ക് പല ഷേപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു പാസ്തയുടെ ഷേപ്പിൽ ഞാനിത് ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. ചെറിയൊരു ചൂടൊന്നും പോരാ, നല്ലപോലെ തന്നെ ഈ വെള്ളം നമുക്കൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാസ്ത എല്ലാം കൂടെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത എല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 2-2.5 മിനിറ്റ് മതി കേട്ടോ. മാക്സിമം പോയാൽ ഒരു 3 മിനിറ്റ് കൂടുതൽ നമ്മളിത് ഒരിക്കലും കുക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല വെട്ടി തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെന്തോന്ന് അറിയുന്നത് ഈ ഒരു പാസ്തയിലെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിന് മുകളിൽ വന്ന് കിടക്കും. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഓരോന്നായിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ കുക്കാക്കി ഇട്ടിട്ടുണ്ട്. എനിക്കിതൊരു 2-2.25 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. കൂടുതൽ സമയം നമ്മളിത് വെള്ളത്തിലിട്ട് ഇതുപോലെ തിളപ്പിക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചതൊന്നും അല്ല കേട്ടോ, നോർമൽ വാട്ടറാണ്. അപ്പോൾ ഈ ഒരു നോർമൽ വാട്ടറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചവെള്ളത്തിൽ ഇതൊരു 5-10 സെക്കൻഡ് മാത്രമേ ഇടാൻ പാടുള്ളൂ. 10 സെക്കൻഡ് ഞാൻ ഇതുപോലെ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു 10 സെക്കൻഡോളം നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാസ്ത തമ്മിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ വിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതിലിരുന്ന് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തോർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 2 ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പാസ്തയ്ക്ക് ആയതുകൊണ്ട് തന്നെ സവാള ഒന്ന് ഒരുപാട് അങ്ങ് വഴഞ്ഞു പോകരുത്. ഒരുപാട് വഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചെറിയതായിട്ടൊന്ന് വഴഞ്ഞു കിട്ടിയാൽ മതി. സവാള അത്യാവശ്യം ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. തക്കാളിയും ക്യാപ്സിക്കും ആണെങ്കിൽ ഒരുപാടങ്ങ് വഴഞ്ഞു പോകണ്ട, അത്യാവശ്യം നമുക്കൊന്ന് വഴഞ്ഞു കിട്ടിയാൽ മതി. ഈ ഒരു പരിവാണ് വേണ്ടത്, ഒരുപാട് ഇതങ്ങ് വഴഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളകൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മീറ്റ് മസാലയ്ക്ക് പകരം 3/4 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 പൊടികൾ മാത്രമേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. പൊടികൾ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ സോസുകളൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു 2 സോസ് ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു പാസ്ത എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്തയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക.
പാസ്തയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട. ഒരു പാസ്തയ്ക്കകത്ത് ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്നു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം നന്നായിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വീറ്റ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാസ്ത കഴിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ കടയിൽ നിന്നൊക്കെ പാസ്ത വാങ്ങി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ നല്ല രുചിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തലോ മണോ ഒന്നും തന്നെ ഇതിനില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ മാവ് കുഴയ്ക്കുന്നതും പിന്നെ വേവിക്കുന്ന സമയവും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സമയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. ഗീവ് അവേയുടെ 2ാമത്തെ വീഡിയോ ആണിത്. 3ാമത്തെ വീഡിയോ ഞാൻ നാളെ കഴിഞ്ഞാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. നാളെ വീഡിയോ ഉണ്ടാകത്തില്ല. അതുപോലെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.